ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൾ ഇൻ ഓൾ യുകെയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് വീണ്ടും ഒരു ഇന്റർവ്യൂ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ആക്ച്വലി NHSന്റെ പുതിയൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ലെസ്റ്റർ ഹോസ്പിറ്റൽസിലാണ്, അതായത് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽസ് ഓഫ് ലെസ്റ്ററിലാണ് അറ്റൻഡ് ചെയ്തത്. സോ അതിൻ്റെ ഒരു ഇന്റർവ്യൂ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്നത് രണ്ട് പാർട്ടായിട്ടാണ് നടത്തിയിട്ടുള്ളത്. ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഒരു റിട്ടൺ അസസ്മെൻ്റ് ആണ്. രണ്ടാമത്തെ പാർട്ട് ഇന്റർവ്യൂ. അപ്പോൾ റിട്ടൺ അസസ്മെൻറ്റിൻ്റെ കാര്യം ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോഴത്തേക്കിന് ഒരുപാട് ആളുകൾ, അതായത് മാത്സ് ടെസ്റ്റ് ഉണ്ടായിരിക്കും, അങ്ങനെയുള്ള കുറച്ച് കാൽക്കുലേഷൻ, അതായത് ന്യൂമറിക്കൽ സ്കിൽസ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. റിട്ടൺ അസസ്മെൻ്റ് ആയിട്ട് അവർ നമ്മുടെ ഒരു ഡ്യൂട്ടി ചാർട്ടാണ് തന്നത്. സോ ആ ഡ്യൂട്ടി ചാർട്ടിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് വേറൊരു ഷീറ്റിലിട്ട് എഴുതാനായിട്ടായിരുന്നു ഒന്നാമത്തെ അസസ്മെൻറ്റ്. രണ്ടാമത്തെ അസസ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. സോ അതിനെ ബേസ് ചെയ്തിട്ട് ഉള്ള ആൻസേഴ്സ് ആയിരുന്നു, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് ടഫായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, നമുക്കൊന്നും കോമൺ സെൻസ് യൂസ് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതിനകത്തുണ്ടായിരുന്നത്. പിന്നെ മൂന്നാമത് അവർ നമ്മളെ ഡീവിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ ഒരു പേപ്പർ തന്നിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, നമ്മൾ അതിനകത്ത് നോക്കി കുറേ സമയം കളയാനേ ഉള്ളൂ. അതിനകത്ത് നോക്കി നമുക്കൊന്നും എഴുതാനായിട്ടില്ല, നമുക്കൊന്നും കിട്ടത്തില്ല. പക്ഷേ സമയം കളയാനായിട്ട് നമ്മളെ ഡീവിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ ഡൈവേർട്ട് ചെയ്ത് വിടാൻ വേണ്ടിയിട്ട് അവർ അങ്ങനെ മൂന്നാമതൊരു വെറുതെ ഒരു പേപ്പറും തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇൻ്റർവ്യൂവിൽ, ഈ ഒരു റിട്ടൺ അസസ്മെൻറ്റിൽ പാസ്സാവുന്നവരെയായിരുന്നു ഇൻ്റർവ്യൂവിലേക്ക് വിളിച്ചത്. സോ ഇൻ്റർവ്യൂവിന് പോയപ്പോഴത്തേക്കിന് അവിടെ 2 പേരായിരുന്നു ഇൻ്റർവ്യൂവിന് ഉണ്ടായിരുന്നത്. സോ ആസ് യൂഷ്വൽ ഇവർ ജോബ് ഡിസ്ക്രിപ്ഷൻ ചോദിച്ചുകൊണ്ടാണ് ഇൻ്റർവ്യൂവിലോട്ട് കടന്നത്. ജോബ് ഡിസ്ക്രിപ്ഷൻ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചോദിച്ചു. അതിനുശേഷം ട്രസ്റ്റ് വാല്യൂസിനെ കുറിച്ചാണ് ചോദിച്ചത്. അതായത് NHSൻ്റെ ട്രസ്റ്റ് വാല്യൂസ് അല്ല, ലെസ്റ്റർ ഹോസ്പിറ്റൽ UHLൻ്റെ ട്രസ്റ്റ് വാല്യൂസിനെ കുറിച്ചായിരുന്നു ചോദിച്ചത്. അതിനുശേഷം നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസിനെ കുറിച്ച് ചോദിച്ചു. പിന്നെ ഒരു പ്രാക്ടിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യമായിരുന്നു. അതായത് ഒരു വാർഡ് സിസ്റ്റർ, നിങ്ങൾ ഡൊമസ്റ്റിക് അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഒരു വാർഡ് സിസ്റ്റർ വന്നിട്ട്, അല്ലെങ്കിൽ ഒരു വേറെ ഏതെങ്കിലും പൊസിഷനുള്ള ഒരാൾ വന്നിട്ട് നിങ്ങൾ ട്രെയിൻഡ് അല്ലാത്ത ഒരു ജോലി ചെയ്യാൻ പറയുന്നു. സോ എന്തായിരിക്കും നിങ്ങളുടെ ബിഹേവിയർ, എങ്ങനെയായിരിക്കും നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം വന്നത്. പിന്നീട് ചോദിച്ചത്, നിങ്ങൾ വളരെ ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ജനറൽ ഏരിയയിൽ നിങ്ങൾ ക്ലീൻ ചെയ്യുകയാണ്, അവിടെ തറയിൽ കുറച്ച് വെള്ളം വീണ് കിടപ്പുണ്ട്. സോ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചായിരിക്കും അവിടെ ക്ലീൻ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ചോദിച്ചത്, ഒരു ക്രോസ് കണ്ടാമിനേഷൻ തടയാനായിട്ട് ആസ് എ ഡൊമസ്റ്റിക് അസിസ്റ്റൻറ്റ് നിങ്ങൾ എന്തൊക്കെ ആക്ഷൻസ് ആയിരിക്കും എടുക്കുക എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പേഴ്സണൽ ഹൈജീനെ കുറിച്ച് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഹൗ വിൽ ബി എൻഷുർ പേഴ്സണൽ ഹൈജീൻ എന്നൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചോദിച്ചത് വേസ്റ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു ഇൻ്റർവ്യൂവിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഇൻ്റർവ്യൂ വാസ് വളരെ നല്ലൊരു ഇൻ്റർവ്യൂ, ഇറ്റ് വാസ് റിയലി ഗുഡ്. കുറേ കാര്യങ്ങൾ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ലൈക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് കുറച്ച് സപ്പോർട്ടൊക്കെ അവർ നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഇത്രയാണ് ഈ ഒരു പർട്ടിക്കുലർ ഡൊമസ്റ്റിക് അസിസ്റ്റൻറ്റിൻ്റെ ഇൻ്റർവ്യൂവിന് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ചോദ്യങ്ങൾ. ബാക്കിയുള്ള എല്ലാം ജനറൽ ആയിട്ടുള്ള ജനറൽ ചോദ്യങ്ങൾ മീൻസ് അവർക്ക് മാൻഡേറ്ററി ആയിട്ട് ചോദിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളാണ്. അതായത് നമ്മുടെ DBS ചെക്കിന് ഓക്കെ ആണോ, റെഫറൻസിനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ, തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവർ ചോദിച്ചത്. സോ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഇത്രയാണ് ഉണ്ടായിരുന്നത്. ഞാൻ ഈ ഒരു ഇൻ്റർവ്യൂ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു കാരണം കൊണ്ടുണ്ട്. നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് നമ്മൾ ആരോടെങ്കിലും ചോദിക്കുമ്പോൾ തന്നെ മോസ്റ്റ്ലി പൊതുവെ എല്ലാവർക്കും ഇൻ്റർവ്യൂ ചോദ്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്യുക, യൂട്യൂബിൽ നോക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ നമുക്ക് പല ജോലികൾക്കും യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എക്സാക്ട്ലി നമുക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് ഒന്നും കിട്ടണമെന്നില്ല. സോ ഫ്രണ്ട്സ്, അതുകൊണ്ടാണ് ഞാൻ ഇൻ്റർവ്യൂ കഴിയുന്ന പുറകെ തന്നെ വന്നിട്ട് ഞാൻ ചോദ്യങ്ങൾ മറന്നു പോകുന്നതിന് മുമ്പ് വന്നിട്ട് ഞാൻ യൂട്യൂബിൽ ഇത്തരം കാര്യങ്ങളെല്ലാം പോസ്റ്റ് ചെയ്യുന്നത്. സോ എന്നെപ്പോലെ വേറെ ആരെങ്കിലും ജോലികൾക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കിന് അവർക്ക് യൂസ്ഫുൾ ആവട്ടെ, അവർക്ക് വേറെ ആരോടും ചോദിക്കാണ്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കിന് ഈ ആൻസേഴ്സ് ചോദ്യങ്ങളെങ്കിലും കിട്ടട്ടെ എന്നുള്ള ഒരു ഇൻറ്റൻഷനോട് കൂടിയാണ് ഞാനിതെല്ലാം പോസ്റ്റ് ചെയ്യുന്നത്. സോ വിത്ത് ദാറ്റ് നോട്ട് ഇന്നത്തെ വീഡിയോ ഞാൻ എൻഡ് ചെയ്യുകയാണ്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇൻ കേസ് നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും NHSലേക്ക് ഡൊമസ്റ്റിക് അസിസ്റ്റൻ്റ് എന്ന പൊസിഷനിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് ഷെയർ ദിസ് വീഡിയോ വിത്ത് ദം സോ ദാറ്റ് ഇറ്റ് വിൽ ബി ഈസി ഫോർ ദം ടു പ്രിപ്പയർ ഫോർ ദ ഇൻ്റർവ്യൂ. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്, ഗുഡ് ബൈ, ടേക്ക് കെയർ.